അതിൻ്റെ ഒപ്പമായ കരിഞ്ഞു. എല്ലാവർക്കും നമസ്കാരം. ഡെഡ്ചിലിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നതേ നമ്മളിന്ന് ചെറിയൊരു പച്ചക്കറി വെച്ചിട്ട് ചെറിയൊരു ഐറ്റമാണ്, വ്യത്യസ്ത വിഭവമാണ് തയ്യാറാക്കാൻ വേണ്ടി പോകണത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് വഴുതനങ്ങയാണ് കേട്ടോ. അതും ഒത്തിരി മൂക്കാത്ത വഴുതനങ്ങയാണ് വേണ്ടത്. അപ്പോൾ വഴുതനങ്ങ നമുക്ക് രണ്ടെണ്ണം പൊട്ടിച്ചെടുക്കാം. അപ്പോൾ ഒരെണ്ണം നമ്മൾ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരെണ്ണം അപ്പുറത്തേക്കുണ്ട്, നമ്മൾ പൊട്ടിച്ചെടുക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കി തരുന്ന മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം സുജാതാമ്മയാണ്. അപ്പോൾ നമുക്ക് ഇത് പറിച്ചിട്ടുണ്ട്, നമുക്ക് നേരെ സുജാതാമ്മ അടുത്തേക്ക് പോകാം. നമുക്കിന്ന് ഈ വഴുതനങ്ങ ചുട്ട് മുളകും ഉപ്പ് വെളിച്ചെണ്ണ എല്ലാം കൂടെ കൂട്ടി പൊട്ടിച്ച് ഒരു പുതിയ ടേസ്റ്റായിരുന്നു. നല്ല ഒന്നാന്തരം കറി എല്ലാവർക്കും ഇഷ്ടപ്പെടും. എളുപ്പം കഴിയുന്ന കാര്യമാണ്. അത് അടുപ്പിലിട്ടാണ് പണ്ടൊക്കെ ഞങ്ങൾ ചൂടാറ്. ഇപ്പം സ്റ്റൗവേലൊക്കെ എല്ലാവർക്കും പറ്റുള്ളല്ലോ, എല്ലാവർക്കും സ്റ്റൗവേ ഉള്ളത് കാരണം ഇങ്ങനെ ഇതിലാണ് ചുടുന്നത്. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് പറഞ്ഞാൽ ഇത്ര ഉള്ളൂ അമ്മ? ഇപ്പോൾ ഒത്തിരി കൂട്ടൊന്നുമില്ല. ഈ മുളക് വത്തലമുളക് ഈ 4 എണ്ണം, ഈ ഒരു വഴുതനങ്ങയ്ക്കുള്ളതാണ് ഈ മുളക്. ഒരു വഴുതനങ്ങ അപ്പോൾ ഒരെണ്ണം എടുത്താൽ മതി. ഒരെണ്ണം മതി. ഓക്കെ, ഒരെണ്ണം മതി. അപ്പോൾ ഒത്തിരി മൂക്കാത്ത എടുക്കണം അല്ലേ? ഇത് കരിയണം, മുളകും കരിക്കണം. ഇത് കരിച്ചതിന്റെ പുറമേത്തെ തൊലി എടുത്ത് കളയണം. മുളകും കരിച്ചെടുക്കണം. എന്നിട്ട് ഈ തൊലി കളഞ്ഞതിനകത്തെ ഉള്ളിലെ മാംസമായ കഷ്ണവും ഈ മുളകും കൂടെ ഉടച്ച് എണ്ണ ഒഴിച്ച് അതിന്റെ പാകത്തിനുള്ള ഉപ്പും ചേർത്ത് എടുത്ത് ഉടച്ചെടുത്താൽ മതി, ഒഴിപ്പിച്ചെടുത്താൽ മതി, കുഴപ്പമില്ല. ആദ്യം ഇത് കത്തിച്ച് ഇത് ചൂടാം. ഇത് എല്ലാവർക്കും അടുപ്പില്ലല്ലോ, ഓരോ അടുപ്പില്ല. അപ്പം നമുക്ക് എല്ലാവർക്കും ചെയ്യേണ്ടതും എല്ലാവർക്കും ഇതിന്റെ സ്വാദ് അറിയാൻ വേണ്ടിയിട്ട് ചെയ്യണമെങ്കിൽ ഇതാണ് എളുപ്പം. അതുകൊണ്ട് ഇങ്ങനെ തന്നെ കാണിക്കാവുന്ന കരുതിയാണ്. മുളക് ഇടണം. ഇപ്പം അതിന്റെ ഒപ്പമായ കരിഞ്ഞു. അതന്നെ അങ്ങനെ തിരിച്ചിട്ട് കൊടുത്തോണ്ടിരിക്കണല്ലേ നമ്മൾ ഈ വഴുതനങ്ങ നന്നായിട്ട്. ഇപ്പം ഇതേലായ കാരണമാണ് തിരിച്ചൊക്കെ ഇടുന്നത്. അടുപ്പിലാണെങ്കിൽ പെട്ടെന്ന് 100 പ്രാവശ്യം മറിച്ച് വെച്ചാൽ മതി. ഇതിപ്പോൾ ഇത് വെന്ത് ഇതിന് പുറമെ ഈ തൊലി കരിയും. തൊലി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അതിനകത്തെ മാംസളമായ ഭാഗം അതുപോലെ തന്നെ വെളുത്തിരിക്കുകയുള്ളൂ. അപ്പം നമുക്ക് വെന്തെന്ന് മനസ്സിലാകുക അതിനകത്തെ ആകം കാണുമ്പോൾ. അപ്പം ഈ തൊലി ഉരിഞ്ഞ് കളയണം. തൊലി കളഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തെ മാംസം തൊലി കൂടെ ഇരുന്നിട്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷെ നമ്മൾ തൊലി കളയാം. എന്നിട്ട് അത് അകത്തെ മാംസമായ ഭാഗം മാത്രം എടുത്ത് പ്ലേറ്റിൽ എടുത്ത് മുളകും കൂടെ കരിച്ച് അതും കൂടെ മുറിച്ചിട്ട് അങ്ങോട്ട് പൊട്ടിക്കും. എന്നിട്ട് അതിൻ്റെ നന്നായിട്ട് ഇതിൻ്റെ കറ പോകാൻ പാകത്തിന് എണ്ണ ഒഴിക്കണം. അത് കഴിഞ്ഞ് കൂട്ടി പാകത്തിന് ഉപ്പ് ഇട്ടാൽ ഇപ്പം നമ്മൾ ഇതുവരെ ഉണ്ടാക്കിയേക്കാളും നല്ല ടേസ്റ്റുള്ളൊരു കറിയാകും. അന്നേരം ആ സമയത്ത് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കണല്ലേ? പൊട്ടിച്ച് കഴിഞ്ഞിട്ട് ഉപ്പിടും. ഇതിപ്പോൾ നമ്മൾ ഈ ഒരു വഴുതനങ്ങ എടുത്തില്ലേ, അതിപ്പോൾ നമുക്ക് എങ്ങനെയാണെങ്കിൽ ഒരു നേരത്തേക്ക് ഉണ്ടാവുള്ളൂ? അതിപ്പോൾ 4 പേരുള്ള വീടാകുമ്പോൾ ഒരു വഴുതനങ്ങ മതി, ഒരു നേരത്തെ ധാരാളമായി. നല്ല ചൂടായിട്ട് വന്നിട്ടുണ്ടല്ലോ ഇനി 2 അറ്റവും കൊടുത്തു. ഇതിലായോണ്ടേ ഇച്ചിരി താമസമാണ്. ഒരു വഴുതനങ്ങ നന്നായിട്ട് വെന്ത് തുടങ്ങിയല്ലോ. ഇനിയിപ്പോൾ അതേ അകം പതുപതൊന്നാവേ വേകുമ്പോൾ ഞെക്കിയാൽ ഇത് പിന്നെ നമുക്ക് തൊലി കളയാൻ എളുപ്പമുണ്ട്. അമ്മ അത് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട് അമ്മ? ഇതിനു മുമ്പ് ഞാനിത് പലർക്കും ഇതുപോലെ ഇവിടെ വന്നിട്ടുള്ളവർക്ക് വിളമ്പിച്ച് കഴിക്കുന്ന കൂടെ ഉപ്പിലിട്ടതിന് പകരം ഇത് കാലാക്കി കൊടുത്ത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ട് അവർ വീണ്ടും ഇപ്പോൾ വീടുകളിൽ ഉണ്ടാക്കുന്നുണ്ട്. വന്നാൽ ചോദിക്കുന്നുണ്ട് അതുപോലെ ഉണ്ടാക്കാവോ എന്ന്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇത് ഉണ്ടാക്കാമെന്ന് പറഞ്ഞത്. അമ്മ തന്നെ ഇത് നോക്കി പഠിച്ചാൽ? അല്ല, ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ അമ്മയും മറ്റുമൊക്കെ ഇത് ചെയ്ത് കണ്ടു. അത്രയും കാലം അല്ലേ? അതെ, അതിപ്പോൾ ആരും അങ്ങനെ ഉണ്ടാക്കാറില്ല. പഴയ തലമുറയിലുള്ളവർക്ക് ചിലപ്പോൾ അറിയത്തുണ്ടാവില്ലായിരിക്കും. ഉണ്ടുണ്ട്. എനിക്കപ്പോൾ അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടത്തിൽപ്പെട്ടത് കഴിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാം. എന്നാലും വളരെ കുറവാണ് അറിയാവുന്നവർ. ചോറിൻ്റെ കൂടെ മോരൂടെ കൂട്ടി, മോരോ തൈരോ കൂട്ടിയിട്ട് ഇത് നല്ല ഉഗ്ര സ്വാദാണ്. അതിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും. വേറൊന്നും വേണ്ട. നമുക്ക് ഈ അച്ചാറൊന്നും ഇല്ലാതെ കൊണ്ടുവന്നവരില്ലേ, ഇത് മാത്രം ഉണ്ടെങ്കിൽ അച്ചാറൊന്നും ഇതിന് വേണ്ട. ശരിക്കും പ്രായമായവർക്കൊക്കെ പല്ലാണ്ടിരിക്കുന്നവർക്കൊക്കെ ഇഷ്ടപ്പെടുമായിരിക്കും. പഴയ ആൾക്കാർക്കൊക്കെ ഇഷ്ടപ്പെടും. എരിവ് ആവശ്യത്തിന്. നമുക്കിപ്പോൾ എല്ലാവർക്കും ഒന്നും ഒത്തിരി എരിവ് വേണ്ടെങ്കിൽ അതനുസരിച്ച് മുളക് കുറയ്ക്കാം. എരിവ് വേണമെന്നുള്ളവർക്ക് മുളക് 2 കൂടെ കൂട്ടാം. അത് നമുക്ക് അതനുസരിച്ച്. ചേരുവകൾ ഇത്രയേ ഉള്ളൂ. ഇത്രയും ചേരുവകളേ ഉള്ളൂ. അത് മാത്രമല്ല പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റും. പെട്ടെന്ന് തയ്യാറാക്കാം. ഇനിയിപ്പോൾ വീടുകളിലൊക്കെ കുട്ടികൾ മാത്രമേ ഉള്ളൂ, പിള്ളേരെ തന്നെ ആ പിള്ളേർക്ക് ഇത് ഇങ്ങനെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ പിള്ളേർ പെട്ടെന്ന് ചെയ്ത് ഒരാൾക്കൊരു കറി ഉണ്ടാക്കി കൊടുക്കാം. ഒന്നല്ല, ഒരെണ്ണം ചുട്ടാൽ 3-4 പേർക്ക് വെള്ളമുണ്ട്. ഒത്തിരി കൂട്ടാൻ വേണ്ട. മറ്റു കറികളും ഒക്കെ കാട്ടുന്ന പോലെ ഒത്തിരി കൂട്ടില്ല, കുറച്ച് അല്ലേ? നമ്മൾ അച്ചാറൊക്കെ എടുക്കണം അതുപോലെ. എന്നിട്ട് അത് മോരോ തൈരോ കൂട്ടിയാൽ നല്ല ഉഗ്ര സ്വാദായിരിക്കും. ഇത് നന്നായി തരും കണ്ടോ. ഉള്ളു ഇതുപോലെ വേകുന്ന വെന്തോതായിട്ട് ഇത് വന്നാ. ഇനി തൊലി കളയാനുള്ള അതുകൊണ്ട് കറുത്താലും കുഴപ്പമില്ല.
ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ കാണിക്കുന്ന അതിൻ്റെ ഉള്ളിൽ വെള്ളമാണോ അമ്മ? വെള്ളം. അപ്പോൾ വഴുതനങ്ങ മുഴുവൻ വെള്ളം തന്നെയാണ് അകം. അതല്ലേ വഴുതനങ്ങ ഇട്ട് സാമ്പാറിനൊക്കെ വഴുതനങ്ങ ഇട്ടാണ് ഒടുക്ക ഇടുന്നത്. ഏറ്റവും അവസാനം എടുത്തുള്ളൂ. പുളി ഒഴിച്ച് കഴിഞ്ഞിട്ടേ വഴുതനങ്ങ ഇടുള്ളൂ, അതിന് വേവില്ല. ഇതിൻ്റെ ആ പച്ച കിടാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഇങ്ങനെ. പാകത്തേനൊരു വേവ് വരണം, പച്ച കിടണം, പിന്നെ തൊലി പൊളിച്ച് കളഞ്ഞാൽ പൊളിച്ചും കളയുവാണ്. പൊളിച്ച് നമുക്ക് കിട്ടുമോ? ആ പൊളിച്ച് കളയാറുണ്ട്. ഇത് ആയിട്ടുണ്ട്. ഈ മുളക് കൂടെ നമുക്ക് ഇട്ട് കൊടുക്കണ്ടേ? ഈ മുളക് കൂടെ അപ്പം ഇതിന് ഈ മുളകിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ അതിൻ്റെ കൂടെ ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുക്കില്ലല്ലോ? ഒന്ന് ചേർക്കണ്ട. മുളക് പതുക്കെ അല്ലേ എടുത്താൽ മതി, ഇല്ല കറുത്ത് പയ്യെ. മുളക് ഒത്തിരി കരിയാൻ മുഴുവനും കരിയൊന്നും വേണ്ട. അവിടെ ഇവിടെ ഒക്കെ ഒന്ന് കരിയാകുമ്പോൾ സ്വാദൊന്നും ആയി. മുളക് കരിയാന്ന് പറഞ്ഞാൽ അകത്തെ അരി കരിയരുത്, മൂക്കുക. മുളകിൻ്റെ ഉള്ളിൽ അരി കരിയരുത്. തൊലി കരിയരുത്. ഈ കരിച്ച മുളക് തന്നെ പ്രത്യേക ഒരു സ്വാദാണ്. പണ്ടുള്ളവർക്ക് ഈ പപ്പടം ചുട്ടത് എല്ലാം ചുട്ടതാണ് ഏറ്റവും. പപ്പടം ചുട്ട് കഴിക്കാനും നല്ലൊരു ടേസ്റ്റ് അല്ലേ? അതെ, ആ ചുട്ടതാണ് എല്ലാവർക്കും. പഴയ ആൾക്കാർക്ക് അല്ല, നമുക്ക് ഈ അസുഖമൊക്കെ വന്ന് കൂട്ടാൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏറ്റവും പ്രധാനമല്ലേ. ഈ വഴുതനങ്ങ ആറിയെങ്കിൽ നമുക്ക് തൊലി പൊളിക്കാം. ആറിയില്ല, ചൂടാറിയിട്ട് അതിനനുസരിച്ചല്ലേ. ഇതിപ്പോൾ നമ്മൾ എരിവിന് വേണ്ടിയിട്ട് അത്ര മതിയില്ലേ? ഇത് പാകത്തിനുള്ള എരിവുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരെണ്ണം കൂടെ ചുട്ട് എടുക്കുകയാണെങ്കിൽ ഇത്തരം മുളക് ഒരു 4 മുളക് കൂടെ അതിൻ്റെ കൂടെ കൂട്ടേണ്ടി വരും. ഇതിപ്പോൾ നല്ല എരിവ് വേണ്ടവർക്കുള്ള പാകം. ഇതിൻ്റെ ഇവിടെ നമ്മൾ പച്ചമുളക് ചേർക്കില്ലല്ലോ? ഇല്ല, ഒരു മുളകും ചേർക്കാറില്ല. ഈ മുളക് തന്നെ ചേർക്കാറ്. ഇത് ചൂടാറിയിട്ട് പൊളിച്ചിങ്ങനെ പൊരുതുണ്ടോ? ഉള്ളിൽ ശരിക്കും പച്ച. പുറമേത്തെ തൊലി മാത്രമേ പോയിട്ടുള്ളൂ. ഇത് കണ്ടോ പച്ചറായിട്ടുണ്ട്. അപ്പോൾ എന്തിട്ടാ കണ്ടോ വെന്ത്. ഇങ്ങനെ മൊത്തം പൊളിച്ചെടുക്കണം അല്ലേ? പൊളിച്ച് അതിന് തൊലിയുടെ ആവശ്യമില്ല, തൊലി കളഞ്ഞിട്ടാണല്ലോ. നമ്മൾ വേറെ വല്ലത്തിനും വേവിക്കുകയാണെങ്കിൽ വഴുതനങ്ങ തൊലിയൊന്നും കളയുമല്ലോ. കറുത്ത് ഇരിക്കുന്നതുകൊണ്ട് ഇത് തൊലി കളയുന്ന. അത് തന്നെ. നമ്മുടെ വീടുകളിലൊക്കെ ഒരു ചെടിച്ചട്ടി പോലെ ഒരു ചട്ടി മേടിച്ച് വെച്ചാൽ എന്നും കായ്ക്കുന്ന ഒരു ഇതാണ് വഴുതനങ്ങ. അതിപ്പോൾ വില കൊടുത്തൊന്നും മേടിക്കാറില്ല. എന്തെങ്കിലും ഒരു ചെറു വളമിട്ട് ഒരു ആർക്കും ഒരു വഴുതനയൊക്കെ നട്ടു പിടിപ്പിക്കാം. അതിപ്പോൾ എല്ലായിടത്തും ഉണ്ട്. എല്ലായിടത്തും ഇപ്പം സിറ്റിയിലാണെങ്കിൽ തന്നെ എല്ലാവരും വാടക വീട്ടിൽ പോലും നമുക്കൊരു വഴുതനയും മറ്റും ചുട്ട് പച്ചമുളകും ഒക്കെ പൊടിച്ച് ഉണ്ടാക്കുന്നതിന് വിഷമമില്ല ഉൽപ്പാദിപ്പിക്കാൻ. അപ്പോൾ അതിനകത്ത് അതുപോലെ ഉണ്ടാക്കാൻ നമുക്ക് കടയിലൊന്നും പോകണ്ട, പച്ചക്കറി മേടിക്കാൻ തന്നെ ഈ കാര്യം നടക്കും. അപ്പോൾ നമ്മളതിൻ്റെ പുറമേയുള്ള തൊലിയൊക്കെ കളഞ്ഞിട്ടുണ്ടല്ലോ. മുകളിൽ ഞെട്ട് കളയണമേ? കണ്ടിച്ചെടുക്കാം. മൂത്തതാണെങ്കിൽ ഇതിനകത്ത് ചിലർ അരിയൊക്കെ കുറച്ചെടുത്ത് കളയാൻ മാത്രം ഇതിനകത്ത് ഇല്ല. അങ്ങനെ കളഞ്ഞാൽ വഴുതനങ്ങയ്ക്ക് അരിയല്ലേ ഉള്ളൂ. അതുകൊണ്ട് എണ്ണ ഒഴിക്കണം എന്നുള്ളതാണ് പ്രധാനം. കണ്ടോ, ഇത് വെന്തതാണ്, അതുകൊണ്ട് അതിങ്ങനെ ഇരിക്കുന്നത്. കണ്ടോ, നല്ല വെന്തിട്ടുണ്ട്. ഇതിൻ്റെ അരിയെടുത്ത് കളയാറുണ്ട്. പിന്നെ വഴുതനങ്ങയ്ക്ക് വേറെ ഒന്നുമില്ലല്ലോ. ഇത് നല്ല പോലെ ഉടയ്ക്കണം. കൈ കൊണ്ട് തന്നെ ഉടച്ചാൽ മതിയില്ലേ? ഇപ്പം കൈ കൊണ്ട് ഉടയ്ക്കുന്നത്. അല്ലെങ്കിൽ ആർക്കും ഉടയ്ക്കാൻ പറ്റൂല എന്ന് മൂലമാണെങ്കിൽ മിക്സിയിലിട്ട് ഒരു കറക്കണം. ഇത് ഇങ്ങനെയാകുന്ന ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. മിക്സിയിലിട്ട് അരയുന്ന ആർക്കും ഇഷ്ടമല്ല. ഇത് ഒത്തിരി അരിയുണ്ട്. ഈ അരി മുഴുവൻ കളഞ്ഞാൽ വഴുതനങ്ങ പിന്നെ ഇല്ലല്ലോ. വഴുതനങ്ങ എന്ന് പറഞ്ഞാൽ അരി എത്തി ഉള്ളതല്ലേ. ഇതാർക്കും എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കാം. എപ്പോൾ സീസണിലും വഴുതനങ്ങ കിട്ടുന്നതാണ്. മേടിക്കാൻ പോകേണ്ട. വീട്ടിലൊരു വഴുതനങ്ങ പെട്ടെന്ന് വഴുതനത്തേക്ക് പോകില്ല. കായ എപ്പോഴും ഏത് കാലത്തും കായ ഉണ്ടാകുന്ന വഴുതന. ഇനി നമ്മൾ ഇതിനകത്തേക്ക് മുളക് ചേർത്ത് കൊടുക്കണമേ? മുളക് അപ്പോൾ ഈ മുളക് ഇതുപോലെ നമ്മൾ കൈ കൊണ്ട് തന്നെ എടുത്താൽ മതി. അതുപോലെ പൊടിച്ചൊന്നും ചേർക്കണ്ട, കൈ കൊണ്ട് തന്നെ എടുത്താൽ മതി അല്ലേ? ചെറു ചൂടുണ്ട് ഇപ്പോഴും. വഴുതനയ്ക്ക് ചെറിയ ചൂടുണ്ട്. വഴുതനങ്ങ ചുട്ടാൽ ഇങ്ങനെ പൊട്ടിച്ചാൽ കഷ്ണങ്ങളൊന്നുമില്ല. അത് ഇങ്ങനെ തന്നെ ചെയ്യും. ഇനി ഇതിനകത്തേക്ക് മുളകിടും. അത് നമ്മൾ ഉണക്കിയതുകൊണ്ട് അല്ലേ? ഉണക്കിയത് അങ്ങനെ ആയതുകൊണ്ട് പൊടിയാൻ കരിച്ച മുളക്. മുളക് കരിച്ചത് പൊട്ടുന്ന വെച്ചേട്ടാ. മുളക് നല്ല കുത്തലുള്ള അത് കുറയാൻ ഉപ്പ് ചേർത്താൽ മതി. ഉപ്പ് ചേർത്താൽ മതി അല്ലേ? ഉപ്പ് ഒരു ചെറിയ സ്പൂണ്, കുഞ്ഞു സ്പൂണാണ് കേട്ടോ. ചെറിയ സ്പൂൺ. ഈ ഐസ്ക്രീം അത് സ്പൂണല്ലേ, ഒരു 1.5 സ്പൂൺ ഉപ്പ് ഇട്ടുള്ളൂ.
ഇനി ചമയ്ക്കുകയല്ല. അപ്പം മുളകിൻ്റെ കടിഞ്ഞാൻ കുറയും. അതിൻ്റെ കുത്തലങ്ങ് മാറിക്കോളൂ അല്ലേ? വെളിച്ചെണ്ണ അല്ല നിങ്ങൾ ചേർക്കണേ? വെളിച്ചെണ്ണ. അടിപൊളി. നമ്മൾ ഉള്ളിയും മുളകൊക്കെ അങ്ങനെ ഉള്ളിയൊന്നും വേണ്ട. അല്ല ഞാൻ പറയുന്നത് ഉള്ളിയും മുളകൊക്കെ നമ്മൾ കൈ കൊണ്ട് ഞെരിച്ച് പൊടിച്ചിട്ട് അതുപോലെ തന്നെ ഇപ്പം എന്നാന്ന് അറിയാമല്ലോ, പൊട്ടിച്ചാന്നൊന്നും അറിയില്ല. അപ്പോൾ അങ്ങനെ നമ്മളെ വഴുതനങ്ങ കറി അല്ലേ മേ? വഴുതനക്കറി ഇങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ചോറിൻ്റെ കൂടെ ചുണ്ട് കഴിക്കാൻ വേണ്ടി തോന്നും. അടിപൊളിയായിട്ടില്ല നോക്കി. ഒത്തിരി സമയം വേണ്ട. അതെ, നിസാര സമയം കൊണ്ട് സ്വാദം നല്ലപോലെയുണ്ട്. ഇനി ഇത് കൂട്ടി ഉണ്ണുമ്പോൾ മോരോ തൈരോ എന്തെങ്കിലും കൂട്ടിയിട്ട് സ്ഥലം അതിന് ഭാഗത്തുള്ള മോര് കൂട്ടുമ്പോൾ ഉപ്പ് വേണം. ഇതിൻ്റെ ഉപ്പ് കൂട്ടണ്ട, കണക്കാക്കണ്ട. ഉപ്പ് ശകലം കൂട്ടിയിട്ട് ഇത് കൂട്ടി ഉണ്ടാകും. നല്ല ഉഗ്ര സ്വാദാണ്, ഒരു കുഴപ്പമില്ല. ഞാനത് കഴിച്ചു നോക്കിയിട്ടില്ല, കഴിച്ചു നോക്കാം. സാധനം നമ്മൾ ഇത് വിളമ്പിയിട്ട് ഇത് കൂട്ടി നല്ലപോലെ ഇളക്കി കുഴച്ച് സ്വല്പം മോരും ഉപ്പും കൂടി ഇട്ട് അതിന് പ്രത്യേക ഒരു സ്വാദുണ്ട്. നമുക്കറിയാം തൈരാണ്. നല്ല ചൂടും ചോറുമാണ് കേട്ടോ, മോരല്ല കേട്ടോ, തൈരാണ്. തൈരിന് പാകത്തിന് ഉപ്പും എടുക്കണം. അതിൻ്റെ പാകത്തിലുള്ള ഉപ്പേ അതിന് കൂട്ടിയിട്ടുള്ളൂ. തൈരിന് ഉപ്പ് വേറെ വേണമല്ലോ, അതാണ് ഉപ്പ് വേറെ കൂട്ടുന്നത്. നമ്മൾ തൈരും എടുത്തിട്ടുണ്ട്. നമ്മുടെ വഴുതനങ്ങ കറിയില്ലേ? ചുട്ട് പൊട്ടിച്ച വഴുതനങ്ങ കറി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ കൂട്ടി ഇളക്കി നല്ലപോലെ മിക്സ് ചെയ്ത് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുക. കാരണം അമ്മ പറഞ്ഞ് മിക്സ് ചെയ്തെടുക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ മിക്സ് ചെയ്യണേ. സ്വല്പം കൂടെ ഒഴിച്ചാലോ? കുറച്ച് കൂടെ ഒഴിച്ചു. നമ്മൾ കുറച്ച് മോര് കൂടെ ഒഴിച്ച് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ പിന്നെ കഴിച്ചു നോക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ വന്നിട്ട് അയ്യോ ഇത് പൊളി സംഭവമായി പോയല്ലോ അമ്മേ. ഇത്ര ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു. ഇത് പൊളി സംഭവമായി പോയി. അധികം ചിലവുമില്ല നമുക്ക്. അല്ലേലും നേരെ ഇത്ര ഉള്ളൂ, ഇത്ര പെട്ടെന്ന്. പക്ഷേ അമ്മ അത് പറഞ്ഞപ്പോൾ ഞാനോട് ചമ്മന്തിയുടെ ടേസ്റ്റ് ആയിരിക്കും ഓർത്ത്. പക്ഷേ ഇത് ചമ്മന്തിയുടെ ടേസ്റ്റ് അല്ല കേട്ടോ, സംഭവം വേറെ ലെവൽ സംഭവമാണ്. പറയാണ്ടിരിക്കാൻ പറ്റില്ല. എന്തായാലും കിടല സംഭവമായി പോയി. ഇത് പൊളിച്ചുമേ. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ചമ്മന്തി പോലെ എനിക്ക് തോന്നിയാണ്. പക്ഷേ നിങ്ങളാരും അറിഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു കറി ഉണ്ടാക്കുന്ന കാര്യം. ഞാൻ അതായിട്ട് കഴിക്കണേ, പക്ഷേ നല്ല ഞാനിവിടെ ഉണ്ടാക്കുമ്പോൾ ഇത് എല്ലാവർക്കും വലിയ കാര്യമാണ്. ഇതുണ്ടാക്കിയതുണ്ടോ എന്ന് എല്ലാവരും ചോദിക്കാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഉള്ളി മുളകും പൊട്ടിക്കണ ആ ഒരു ചമ്മന്തിയില്ലേ, അതിനേക്കാളൊക്കെ അത് ടേസ്റ്റ് ഇത് വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്നും പറയാൻ പറ്റില്ല. അതിലും ഗംഭീര ടേസ്റ്റാണ് കേട്ടോ അതിന്. അപ്പോൾ നിങ്ങൾ ഇതുവരെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഈ സംഭവം ഒന്ന് പരീക്ഷിച്ച് നോക്കണം. വെറുതെ പറഞ്ഞാൽ അടിപൊളി സംഭവമായിരിക്കും. എന്നിട്ട് കേട്ടിട്ടുണ്ടാവുമായിരിക്കും, ധാരാളമുണ്ട്. മുത്തശ്ശിമാരൊക്കെ ഉള്ള അവരൊക്കെ ആണെങ്കിൽ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ തീർച്ചയായിട്ടും. പല ആൾക്കാർ അവർക്കറിയാലോ. ചെയ്തിട്ടില്ലാത്തവർ ചെയ്ത് നോക്കുക. ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിൽ നിങ്ങൾ കമന്റ്. ഇതുവരെ ഇതുപോലത്തെ ആരും ചെയ്തിട്ടില്ലായിരിക്കും വീഡിയോയിൽ. ചെയ്തിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പം ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാമല്ലേ എല്ലാവരെയും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. അതുപോലെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ നല്ല നല്ല അടിപൊളി വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അതെ, എല്ലാവരും സപ്പോർട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ നമുക്ക് നിർത്താലേ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.